പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഒത്തിരി സന്തോഷമുള്ള വീഡിയോ ആണോയെന്ന് ചോദിച്ചാൽ സന്തോഷമൊന്നും ഇല്ല. എന്നാലും ഞാൻ പോവുകയാണ്. എനിക്ക് ചേട്ടാനെ കാണണമെന്നുണ്ടായിരുന്നു ഈ തവണ വന്നപ്പോൾ. പക്ഷേ 2-3 മാസമായി ചേട്ടാനെ കണ്ടിട്ട്. അവൻ നാളത്തഴിഞ്ഞോ മറ്റോ വരുമായിരിക്കും, വിഷു കൂടാൻ വരുമായിരിക്കും. അപ്പോൾ വിഷു കൂടാൻ ഞാനില്ല. വിഷുവും പിറന്നാളും ഒക്കെ ഞാൻ ഈ തവണ ഒറ്റയ്ക്കാണ് ആഘോഷിക്കുന്നത്. കൂട്ടുകാരുടെ കൂടെ ആഘോഷിക്കും. അപ്പം ഇന്ന് എന്നാ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ വീട്ടിൽ വന്നു നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു. ഇവരുടെ കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഒരാഴ്ച വീട്ടിൽ നിന്നു, ബന്ധുക്കളെ എല്ലാം കണ്ടു, എല്ലാവരോടും മിണ്ടാനും സംസാരിക്കാനും ഒക്കെ പറ്റി. വീടല്ലേ, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഉറങ്ങാൻ പറ്റുന്ന പോലെ പുറത്തും പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാഴ്ചകളും വീട്ടിൽ നിൽക്കുന്ന അത്ര സമാധാന സന്തോഷമൊന്നും എവിടെ പോയാലും കിട്ടത്തില്ല കേട്ടോ, ലോകത്തിൽ. അപ്പം അങ്ങനെ ഇവിടെ നിന്നു, സന്തോഷമായിട്ടൊക്കെ നിന്നു കേട്ടോ. അപ്പം അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ ആൾക്ക് വിഷമമാണ്. പപ്പായ്ക്കാണേലും വിഷമം. ഇത്രയും ദിവസം നിന്നിട്ട് തിരിച്ചു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് പോവുകയാണെങ്കിൽ അത്ര വിഷമാവൂലല്ലോ. അപ്പം ഞാൻ പോകുന്ന വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓടിപ്പോയി കണ്ടിട്ട് പോയോ. ഞാൻ ഇന്ന് പോവുക കേട്ടോ. 2:30 പോകും. രാവിലെ പിന്നെ പണിയെല്ലാം ചേർത്തിട്ടേ രാവിലെ ഓട്ടിന് പോയിട്ട് അങ്ങ് വന്നിട്ട് പോയാൽ മതി. ഞാൻ പപ്പാടെ തുണി തേക്കുമായിരുന്നു. എന്നാന്ന് വെച്ചാൽ ചേച്ചി വിളിച്ചോ, ഓട്ടിന് പോയി. ചേച്ചി വിളിച്ചോ? ചേച്ചി ഇന്നലെ വൈകുന്നേരം വിളിച്ചായിരുന്നു. ഇപ്പൊ ഉറക്കമാണെന്ന് തോന്നുന്നു. വിളിക്കുമായിരിക്കും, ഞാൻ പോകുന്നതിന് മുന്നേ വിളിക്കും. കാണാൻ പറ്റും, ചില കാര്യം പറയാൻ. എന്നാ പറയാനുള്ളത്? എന്റെ ദൈവമേ, ചില കാര്യങ്ങളുണ്ട്. 2 പെണ്ണുങ്ങൾ എനിക്കായി പോയി. പിന്നെ ഇങ്ങനെ 2 പേരെ ഒന്ന് കെട്ടിച്ചു പോയി. ഇന്നത്തെ 2 പേരോടും മസിൽ പിടിക്കുകയാണെന്നെ ഇനല്ലേ മുളമേ. അത് അച്ഛമ്മക്ക് 2 അമ്മക്കളിൽ മൊത്തം 4 പെൺപിള്ളേർ. അതിൽ 2 പിള്ളേരെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഇനി ഞാനും കൊച്ചച്ഛൻ്റെ മോളും മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി ഞങ്ങൾ 2 മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ അതാ കേട്ടോ പറയുന്നേ. രാവിലെ അച്ഛമ്മ ഓട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കുട്ടിയെ ജയിക്കുന്ന പാർട്ടി എന്റെ. നമ്മുടെ സാധാരണ എല്ലാരും വോട്ട് കഴിഞ്ഞിട്ട് വരുമ്പോ ചോദിക്കും തമാശ. അതാരും പറയത്തില്ലല്ലോ. ഞാൻ എന്റെ മനസ്സാക്ഷിക്ക് ജയിക്കുന്ന പാർട്ടി നമ്മുടെ അല്ലേ. അതിപ്പോ ആര് ജയിച്ചാലും നമ്മുടെയാ, നമ്മൾ കുത്തിയതാ. അതങ്ങനൊക്കെ ഉള്ളു. നമ്മുടെ വോട്ടൊക്കെ പോയിട്ട് വരുമ്പോ തമാശ ചോദിക്കും എല്ലാരോടും ചെയ്തെന്ന് ചോദിക്കും. അന്നേരം എല്ലാരും പറയും ജയിക്കുന്ന പാർട്ടി എന്റെ പാർട്ടി. അവർക്ക് കുത്തിയെന്നാണ് അർത്ഥം. എല്ലാരും അങ്ങനെ കേട്ടോ. ആരും പറയല്ലോ, അവനെന്റെ മൗലിക അവകാശമാണ് വോട്ടെന്ന് പറഞ്ഞത്. അവനോട് ഇഷ്ടപ്പെടുന്ന ആരാണോ, ഭരണം ആരുടെയാണോ നല്ലത് അവർക്കൊക്കെയാ കുത്തുന്നത്. ഞാൻ അങ്ങനെ കേട്ടോ. എനിക്ക് നമ്മൾ 5 വർഷത്തിൽ ഒരാൾ കയറും. 5 വർഷത്തിൽ കയറുമ്പം ഈ 5 വർഷം കൊണ്ട് എന്തെല്ലാം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ടാവുമല്ലോ. അന്നേരം ആ വിലയിരുത്തൽ വെച്ചാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. ആരാണ് നല്ല ഭരണം അവർക്കാണ് വോട്ട് ചെയ്യുന്നത്. നല്ല ഭരണം നോക്കിയാ വോട്ട് ചെയ്യേണ്ടത്. അതന്നെ. അപ്പൊ നമുക്ക് പാർട്ടി ഇല്ലേ, പാർട്ടി നോക്കല്ലേ. എനിക്ക് പാർട്ടി ഉണ്ടെന്ന്. നിനക്ക് പാർട്ടി ഇല്ല കേട്ടോ, എനിക്ക് പാർട്ടി ഉണ്ടേ. ഞാനങ്ങനെ പാർട്ടി നോക്കിയല്ല കേട്ടോ. എനിക്ക് പാർട്ടിയോടൊന്നും അങ്ങനെ വലിയ വിശ്വാസം ഒന്നും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആരാണോ ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുന്നത്, ആരാണോ നമ്മുടെ സമൂഹത്തിൽ നല്ലത് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്യും. അത് പണ്ട് തൊട്ടേ എൻ്റെ ഒരു ശീലം. എല്ലാവരുടെയും അവകാശമാണ് വോട്ടെന്നുള്ളത്. അപ്പം വോട്ടുള്ളവരെല്ലാം മിസ് ചെയ്യാണ്ട് ചെയ്യണം അല്ലേ. എല്ലാരും ആണോ? നിറയെ ആൾക്കാരുണ്ടല്ലേ. ഇപ്പൊ നമ്മുടെ മാളക്കുട്ടി പോകാൻ റെഡിയായിട്ട് മുറ്റത്തിറങ്ങി നിൽപ്പുണ്ട്. അവളിപ്പോൾ ആ കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ ഉണ്ടല്ലോ എപ്പോഴും അങ്ങേ സൈഡിലോട്ട് നോക്കിയാൽ അതെന്നാ പറയുക, അതിലൊരു വഴിയുണ്ട്. എപ്പോഴും പിള്ളേർ അവിടെ 2 പിള്ളേരുണ്ടേ. അതുങ്ങൾ എപ്പോഴും മുറ്റത്തിറങ്ങിയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അങ്ങോട്ട് നോക്കുന്നതാ. ഞാൻ ഓട്ടൊക്കെ ചെയ്തു കേട്ടോ. ഓട്ടൊക്കെ ചെയ്തു രാവിലെ പോയി ഓട്ടൊക്കെ ചെയ്തു. അച്ഛമ്മ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. രാധമ്മ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി വിളിച്ചായിരുന്നു. ചേട്ടൻ ഡ്യൂട്ടിയാണ്, അപ്പൊ ചേട്ടനെ വിളിക്കണം. ഇപ്പൊ മോന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് ചോറുണ്ണാൻ വന്നപ്പോഴത്തേക്ക്. അപ്പം എല്ലാരെയും കണ്ടു. ചേട്ടായാണ് ഉച്ച സമയത്ത് ഓടി വന്നിട്ട് കുഞ്ഞെന്നതാ കഴിച്ചേ, അതാ ആദ്യം ചോദിക്കുന്നേ. എന്നൊക്കെ മേടിച്ചു എന്നൊക്കെയാ ചോദിക്കുന്നേ. മേടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നേ.
അതൊക്കെ അറിഞ്ഞാ മതിയാക്ക്. ആ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. വിഷമമുണ്ട്. എന്നാലും സാരമില്ല. എന്നാണേലും ഈസ്റ്റർ പ്രമാണിച്ച് ഒരാഴ്ചത്തെ ലീവ് ഉണ്ടായിരുന്നു. അതെന്നാലും മാളക്കുട്ടി അടിച്ചു പൊളിച്ചു. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. വീടിൻ്റെ അകത്തൊരു അനക്കവും ആളനക്കമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളപ്പം അത്രയും ഒരു രസമല്ല. പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ സമയം പടയെന്ന് പോകും. അതെ അതെ. ഇപ്പം നമ്മൾ 3-4 ദിവസമായിട്ട് പണിക്കാരെ ഒന്നും വിളിക്കുന്നില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ കൊച്ചുള്ളതുകൊണ്ട് ആ പണിയാനായിട്ടൊക്കെ അങ്ങ് ഇറങ്ങി മാറിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ്റെ കൂടെ ഇരിക്കാനോ വർത്താനം പറയാനോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും പറ്റാതെ വരും. അതുകൊണ്ട് 2-3 ദിവസത്തേന് നമ്മൾ പണിക്കാരെയൊക്കെ വിളിക്കുന്നില്ലായിരുന്നു. ഇനിയിപ്പം നാളെ തൊട്ട് നമ്മൾ വീണ്ടും പണിയിലോട്ട് കിടക്കാൻ തുടങ്ങും. ആൾക്കാരെ വിളിക്കണം, പണിയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മാളക്കുട്ടി പോവുക, നന്നായിട്ട് പഠിക്കുക, നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരോട് ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കുക. മാളക്കുട്ടിയുടെ കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് വിളിച്ചു കേട്ടോ. വിളിച്ചപ്പം പറഞ്ഞു, ഓ നിധി പാവം കേട്ടോ, അവൾ വഴക്കൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. 2-3 പേരൊക്കെ എന്നോട് സംസാരിച്ചായിരുന്നു. മിടുക്കര പിള്ളേരാണ്, എല്ലാവരും നല്ല പിള്ളേരാട്ടോ. പിന്നെ എന്റെ മീനെ നന്നായിട്ട് നോക്കിക്കോണം. മീനെ നോക്കിക്കോളാം. ഇന്നലെ കുപ്പിയെല്ലാം കഴുകി വെച്ചില്ലേ? സേറമോളെ നോക്കിക്കോണം. വേറെ സേറമോളെ നന്നായിട്ട് നോക്കണം. പിന്നെ പിന്നെ മുയലും കുട്ടി കിടക്കുന്ന മുയലുകളെ നോക്കണം. മേളിൽ 5-6 കോഴിയുണ്ട്, നോക്കണോ? പിന്നെ ഇനിയിപ്പം ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിക്കണം. അമ്മയാണേലും ഇന്നലെ വിളിച്ചെന്നോട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോകുന്നതിന് മുന്നേ വിളിക്കണം. പിന്നെ 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണം. വിട്ടി ഒരു ടൈമേ ഉള്ളൂ. മാളക്കുട്ടി ഈസ്റ്ററിൻ്റെ അവധിക്ക് വരുമ്പോൾ നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് പോകണമെന്നോർത്തോണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ പോയി കാണണം, 2 ദിവസമൊക്കെ നിൽക്കണം എന്നൊക്കെ ഓർത്തോണ്ടാണ് ഇരുന്നത്. പക്ഷേ ഓട്ടിൻ്റെ ഇത് പിന്നെ നമ്മുടെ വഴിപണിയുടെ ഭാഗമായിട്ട് പണിക്കാർ വരുന്നു. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകാൻ സാഹചര്യം ഒത്തില്ല. ക്യാമറ വന്ന് കല്ലൊക്കെ തുളയടിച്ചതല്ലേ? പണിയൊക്കെ നടന്നുകൊണ്ട് പിന്നെ കൊച്ചു പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അന്നേരം പോകാനായിട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ അച്ഛനൊക്കെ അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എന്തോ തിരക്കൊക്കെ ആയി. അവിടെ ഒരു കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അച്ഛനും അമ്മയും തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ദിവസത്തേന് മാറ്റി വെച്ചു. ഇനി സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ വിഷുവിനേക്കൊക്കെ പോകുന്നതായിരിക്കും. ചേട്ടായി വന്നാലും സമയമുണ്ട്, നിങ്ങൾ എല്ലാവരും പോയി അടിച്ചു പൊളിച്ചിട്ട്. അതെ അതെ. അന്നേരം നമുക്ക് പോകാം അല്ലേ? അപ്പം കൊച്ചു പുതിയ ബാഗൊക്കെയാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. പുതിയ ബാഗിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കൊള്ളും. അതുകൊണ്ട് ഇതങ്ങ് കൊണ്ടുപോവാ കേട്ടോ. കൊണ്ടുപോവാ. ഇതും 2 ബാഗുണ്ടല്ലേ? എൻ്റെ അമ്മച്ചി നല്ല കനോ അല്ലേ? നല്ല കനോ. ഞാൻ കഥ കിടക്കട്ടെ, ലൈറ്റൊക്കെ കിടത്തി. കൊച്ചു മുറ്റത്തോടെ ഇറങ്ങിയോ ഭയങ്കര ഒരു വെട്ടം പോലെ. അവിടെ വെക്കേ. സെറമോള് നോക്കുന്നുണ്ട്. ആ ബാഗ് അവിടെ പോയി, ഞാൻ ചെരുപ്പിട്ടിട്ട് ഞാൻ എടുത്തോണ്ട് വരാം. അപ്പം മാളക്കുട്ടി പരപ്പെ കൊണ്ടുവിടാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം നമ്മൾ പരപ്പെ സിറ്റി വന്നു. ചങ്ങനാശ്ശേരി ബസ് വന്നു. കയറ്റിവിടെ ബാഗ് എടുത്ത് കൊടുക്കാം. ബസ് വന്നു, മാളക്കുട്ടി കയറി പോകുന്നു. വന്ന് 5 മിനിറ്റ് പോലും ആയില്ല കേട്ടോ. അതിനപ്പുറം ബസ് വന്നു. എന്നീ ബസ്സിനാണ് മിക്ക ദിവസം പോകുന്നത്. നിറച്ച ആളാണ് കേട്ടോ. മാളക്കുട്ടി എങ്ങനെ പോയി? ഇന്ന് ഓട്ടിൻ്റെ ദിവസമായതുകൊണ്ടല്ലോ ഒത്തിരി വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. അവിടെ ഞങ്ങളും പോവുകയാണ്. അപ്പം ഈ മുറിയിലോട്ട് വരാൻ എനിക്ക് തോന്നുന്നേയില്ല കേട്ടോ. 3-4 ദിവസമായിട്ട് മാളക്കുട്ടി എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ പോയപ്പം കമ്പിളിയൊക്കെ മടക്കി വെച്ച്, ബെഡൊക്കെ വിരിച്ചിട്ട്, പാവേനയൊക്കെ എടുത്ത് വെച്ച്, അതെ ഉടുപ്പൊക്കെ മാറി കസേര ഇട്ടേക്കുന്നു. ആരുമില്ലാതെ ഈ മുറിയിലോട്ട് വന്ന് കയറാൻ തോന്നുന്നില്ല. എൻ്റെ മാളും ഉണ്ടെങ്കിൽ ഈ മുറിക്കകത്ത് എപ്പോഴും ഒച്ചയും ബഹളവും എന്തായാലും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നതാണ് കേട്ടോ. വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ മാളക്കുട്ടിയെ കൊണ്ടുവിട്ടിട്ട് ഇനി വന്നതേ ഉള്ളൂ. ഇപ്പം ഏകദേശം ഒരു 7:30 സമയം. മാളക്കുട്ടിയെ നമ്മളൊരു 2:30 ആയപ്പോഴത്തേന്
കൊണ്ടുവിട്ടിട്ട് ഞങ്ങളൊരു 3-3:15 തിരിച്ചു വന്നു കേട്ടോ. ഈ ബാഗൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ചു കയറി പോന്നു. എന്നാൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. മാളക്കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തോട്ടിറങ്ങി ഒരു പരിപാടിയും ചെയ്യുന്നില്ലായിരുന്നു. അവളുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ വേണ്ടി പരിക്കകത്ത് കൂടെ തന്നെ നടപ്പായിരുന്നു എൻ്റെ പരിപാടി. ഇനിയിപ്പോൾ അവൾ പോയല്ലോ, എന്നാൽ പിന്നെ എല്ലാം ഒന്ന് കുറേ തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്ക് ഇന്ന് രാവിലെ തൊട്ട് കറണ്ട് ഇങ്ങനെ മിന്നി നിൽക്കുന്നുണ്ട്. മെഷീൻ്റെ അകത്തൊന്നും ഇടാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാനൊന്ന് ഓർത്തുന്ന 5-6 തുണി അങ്ങ് കഴിയേക്കാം എന്നോർത്ത് കഴുകാനായിട്ട് ബക്കറ്റിലോട്ടൊക്കെ തുണി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര മഴ അങ്ങ് തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് മഴയായിരുന്നു. കൊള്ളിയാനും ഇടിയും ഒക്കെ കൂടിയ നല്ല ശക്തമായിട്ടുള്ളൊരു 3/4 മണിക്കൂർ നിന്ന് പെയ്യുമായിരുന്നു. അത്ര ഒരു വലിയ മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലത്തേ കണ്ടിട്ടുള്ളൂ. മഴക്കാലത്ത് ഇങ്ങനത്തെ ഒരു മഴ കണ്ടിട്ടുള്ളൂ. നമുക്ക് വേനൽ മഴ കിട്ടി എങ്കിലും ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് ഒക്കെ പെയ്തങ്ങ് മാറുമായിരുന്നു. വലിയ ശക്തമായിട്ടുള്ള മഴയൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയില്ലായിരുന്നു. നാട്ടിൻപുറത്തൊക്കെ വലിയ ശക്തമായിട്ടൊക്കെ മഴ കിട്ടിയെന്നൊക്കെ എല്ലാവരും വിളിക്കുമ്പോഴൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഈ മേഖലയിൽ ഒരു ചെറിയ മഴ പെയ്തേ പോയുള്ളൂ. എന്തായാലും ഇന്ന് ശക്തമായിട്ടുള്ളൊരു മഴ കിട്ടി. എന്നിട്ട് ഞാൻ എന്നാൽ തുണിയൊക്കെ മാറ്റി വെച്ചു. കഴുകേണ്ട നിർത്തുന്നതാണ് കഴുകാൻ നിർത്തത്തിലായിരുന്നു മാറ്റി വെച്ചു. പിന്നെ മഴ പെയ്തുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ പാറ പൊട്ടിച്ചില്ലായിരുന്നോ? പാറ പൊട്ടിച്ചപ്പം കെമിക്കലൊക്കെ ഒഴിച്ചല്ലേ അത് പൊട്ടിക്കുന്നത്. അന്നേരം അതിൻ്റെ പൊടിയെല്ലാം കൂടെ ഇങ്ങനെ പറന്ന് കിടക്കുമായിരുന്നു. ആ സൈഡ് മൊത്തം ഇങ്ങനെ പറന്ന് കിടക്കുമായിരുന്നു. നമുക്ക് മുകളിലോട്ടോ സേറെ നമുക്ക് തീറ്റ കൊടുക്കാനോ ഒക്കെ പോകുമ്പം നമ്മുടെ കാലിലൊക്കെ പറ്റിയിട്ട് നമ്മുടെ സിറ്റൗട്ടിലെല്ലാം പൊടിയായിരുന്നു. അന്നേരം കുറച്ചൊക്കെ ഞാനും മാളക്കുട്ടിയും കൂടെ വെള്ളം കോരി ഒഴിച്ച് നമ്മുടെ സിറ്റൗട്ടൊക്കെ കഴുകിയിടുകയും ഒക്കെ ചെയ്തായിരുന്നു. 2 പ്രാവശ്യം പേരൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അങ്ങോട്ട് വീണ്ടും പോകുമ്പം പിന്നെയും പൊടി വന്ന് കയറിയിരിക്കുമായിരുന്നു. എന്നാണെങ്കിലും ഇത്രയും ശക്തമായിട്ടുള്ള മഴയ്ക്ക് അവിടെ നമ്മുടെ JCB വന്നപ്പോഴത്തേന് എടുത്തിട്ട് മണ്ണ് മുടങ്ങി. അന്നേരം അതും ആ പുറം മണ്ടയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി അങ്ങ് പോയി. ആ പാറപ്പൊടി എല്ലാം കൂടെ കൂടി നല്ലോണം കഴുകി വിടുന്നവർ തന്നെ അങ്ങ് ഒഴുകി അങ്ങ് പോയി. അതുകൊണ്ട് ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുവാണേ. ഇനിയിപ്പോൾ നമുക്ക് പേടിക്കാതെ അങ്ങനെ സൈഡിലോട്ടൊക്കെ പോവുകയും പറക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പം നാളെ JCBക്കാരൻ വരുമായിരിക്കും. കറ്റ് പൊട്ടിക്കുന്ന JCB ഉണ്ടല്ലോ. അന്നേരം പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ നാളെ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം അത് പുള്ളിക്കാരൻ വരുമ്പം അതുമൊക്കെ ഒന്ന് കല്ലുമൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റി നമുക്ക് പണി ആരംഭിക്കാൻ നടന്നുകൊണ്ടായിരിക്കുന്നത്. കൊച്ചു വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും പണിയാൻ ശ്രമിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അവൾ വരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് എന്തായാലും അവളുടെ കുഞ്ഞു പണിയൊക്കെ വർത്താനം പറഞ്ഞ് അതിന് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി പറക്കി കൊടുക്കാമല്ലോ. എന്നല്ലാതെ നമ്മൾ പണിക്കാർ വന്നാൽ അവരുടെ പുറകെ അപ്പം അങ്ങ് നടക്കും. പിന്നെ ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി അടുക്കള തന്നെയായിരിക്കും. അന്നേരം അത് വേണ്ടാന്ന് വെച്ച് നമ്മൾ 2 ദിവസത്തേനെന്നാൽ പണിക്കാരെ വിളിക്കുന്നതെന്ന് വിചാരിച്ച് തന്നെ പണിക്കാരോട് വരണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നാളെ തൊട്ട് എല്ലാവരും വിളിച്ച് ഒന്നും കൂടെ എല്ലാം ഉഷാറാക്കി പണി തുടങ്ങണം. ശ്രീകോട്ടൻ ചിലപ്പം വിഷുവിന് വരുമായിരിക്കും. ശ്രീകോട്ടൻ ഈസ്റ്ററിന് അവധിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് വിഷുവിന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ വിളിച്ചപ്പം ഇനി 3-4 ദിവസം വരും ചിലപ്പോൾ അവധി കിട്ടുമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വരുന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്നു. പിന്നെ മാളക്കുട്ടി വന്ന സമയത്താണ് ശ്രീകോട്ടന് വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയ സങ്കടമുണ്ട്. അവനും മാളക്കുട്ടിയും കൂടെ കണ്ടിട്ട് തന്നെ ഇപ്പം 2-3 മാസമായി. 2 മാസം ആവുകയും ചെയ്തു. ആങ്ങളച്ചാർക്ക് പെങ്ങളെ കാണാനും ഒന്ന് കൊഞ്ചിക്കാനും ഒക്കെ കൊതിയുണ്ടെന്ന് തോന്നുന്നു വർത്തമാനം കേട്ടിട്ട്. ഇന്ന് രാവിലെ വിളിച്ചിട്ടാണെങ്കിലും മോനെന്നാ പോകുന്നേ, എന്നാ കഴിച്ചേ, എന്നൊക്കെ മേടിച്ച കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണം മേടിച്ചോ, ഇഷ്ടപ്പെട്ടതെല്ലാം മേടിച്ചോ. പറച്ചിലൊക്കെ കേൾക്കുമ്പോഴല്ലോ മാളക്കുട്ടി ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, മോനും ഒരു 8-ലും 9-ലും പഠിക്കുന്ന കുട്ടി. അങ്ങനെ നമുക്ക് തോന്നുള്ളൂ അവരുടെ വർത്തമാനം കേട്ടാലുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. ഞാൻ എന്നിട്ട് എപ്പോഴും കളിയാക്കും, നീ ഇത്രയും വലുതായില്ലേ, നീ എന്തിനാ കൊച്ചിനെ ഇതുപോലെ കൊച്ചിക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ അവന് മാളക്കുട്ടിയെ എപ്പോഴും ഞങ്ങൾ കൊഞ്ചിക്കുന്നതിലും കൂടുതലും മാളക്കുട്ടിയെ ശ്രീകുട്ടൻ കൊഞ്ചിക്കും കേട്ടോ. ശ്രീകുട്ടനേക്കായി 7 വയസ്സിന് ഇളപ്പമാണ് മാളക്കുട്ടി. അത്രയും വ്യത്യാസമുണ്ട്. കുഞ്ഞിനേക്കായി 11 വയസ്സിന് ഇളപ്പമാണ് മാളു. അന്നേരം അതിൻ്റേതായ വ്യത്യാസമുള്ളതുകൊണ്ട് അവരെപ്പോഴും ഒരു കൊച്ചിനെ പോലെ മാളിനെ കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഇത്രയും വലുതായെന്നും കോളേജിൽ പഠിക്കാൻ പോയെന്നും അങ്ങനെയുള്ള ചിന്തകളൊന്നും ചേച്ചിക്കുമില്ല ചേട്ടായിക്കുമില്ല. 2 പേരും ആ കുഞ്ഞിനെ എങ്ങനെയാണോ കൊണ്ട് നടന്നത് അതുപോലെ ഇപ്പോഴും കൊണ്ട് നടക്കുക. എന്താവശ്യം ഉണ്ടെങ്കിലും അതൊക്കെ സാധിച്ചു കൊടുത്ത് വേണ്ടുന്നതെല്ലാം മേടിച്ച് വർക്കി കൊടുത്ത് ഒന്ന് സങ്കടപ്പെടുത്താതെ ഒന്ന് കരയിപ്പിക്കാതെ അവൻ്റെ മുഖം ഒന്ന് വാടിയ അന്നേരം ഉണ്ടല്ലോ കുഞ്ഞുവിനും അറിയാം ശ്രീകുട്ടനും അറിയാം. അവർ 2 പേരും ചോദിക്കും, കൊച്ചിൻ്റെ ഒച്ച എന്നാ മാറിയിരിക്കുന്നത്, കൊച്ചിൻ്റെ എന്നാ മുഖം മാറിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നും ഈ സ്നേഹം നിലനിൽക്കട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ നമ്മൾ നിൽക്കുന്നതാണ് എൻ്റെ ഒരു മനസ്സിലെ കണക്കുകൂട്ടൽ. കാരണം മക്കളെ 3 പേരും അതുപോലെ വളർത്തി കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകല്ലെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇപ്പോൾ വന്നവരാണെങ്കിലും പൊന്നും വിശാഖും വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് ഇന്ന് പോവുകയാണോ ചേട്ടൻ വിളിച്ചു, വിശാഖ് വിളിച്ചായിരുന്നു. ജോലിക്ക് പോയതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ സമയം കണ്ടെത്തി വിളിച്ചു. കൊച്ചുപൊക്കെ കേട്ടോ
കുഴപ്പമൊന്നുമില്ല, അമ്മേനെ പപ്പാനെ ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ചോളാം, ഞാൻ കൊച്ചു പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, എന്തെങ്കിലും വേറെ നിറച്ചൊക്കെ കഴിച്ചിട്ടൊക്കെ പൊക്കോളാം പറഞ്ഞ് ചേട്ടനൊരു സന്തോഷ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇന്ന് പറഞ്ഞയച്ചത്. പിന്നെ പൊന്നു രാവിലെ വിളിച്ചായിരുന്നു, രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേനെ പപ്പാനെയൊക്കെ ഞങ്ങൾ വിളിച്ചോളാം, കൊച്ചു വിഷമിക്കൊന്നും വേണ്ട, കൊച്ചങ്ങ് പൊക്കോ, ധൈര്യമായിട്ട് പോയി പഠിക്കാൻ നോക്കാം, കൂട്ടുകാരോടൊക്കെ കൂട്ടുകൂടി സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് അവിടെ പോയി പഠിച്ച് മിടുക്കിയായിട്ട് വരാൻ അവൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു പൊന്നു എപ്പോഴും നല്ല ഇതായിട്ട് വർത്തമാനം പറയേണ്ടതെന്ന് വെച്ചാൽ അവൾ പറയും പഠിച്ച് ജയിച്ച് മാർക്ക് മേടിക്കുക, ആ ഒരു കണ്ടീഷൻ അവൾ എപ്പോഴും പറയുന്നത്. ഒരുമാതിരിപ്പെട്ട പിള്ളേർക്കല്ലേ ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേരെല്ലാം നമ്മളെ അറിയാവുന്നവരൊക്കെ പൊന്നിനെ വിളിക്കാറുണ്ട് കേട്ടോ. പൊന്നിനെ വിളിച്ച് ചേച്ചി ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഇനി എന്ത് മേഖലയ്ക്കാണ് പോകണ്ടേ, മെഡിക്കൽ ഫീൽഡ് ആ മേഖലയ്ക്ക് പോയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ അവളോട് ചോദിക്കാറുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പൊന്നൂനറിയാവുന്ന കാര്യങ്ങൾ എല്ലാം അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൾക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി നഴ്സിംഗ് കഴിഞ്ഞാൽ നിൽക്കുക, ഇനിയിപ്പം വിദേശത്തോട്ട് വന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ, ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, ഏതൊരു ഹോസ്പിറ്റലിൽ വേക്കൻസി ഉണ്ടോ, അതിന് എന്തൊക്കെ പേപ്പറുകളാണ് നീക്കേണ്ടത് എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അവൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരിയും പേര് ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് ഓരോ ദിവസവും അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശ്രീകോട്ടിന് ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, നമ്മൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് അടുത്ത നേഴ്സിംഗ് പഠിക്കാനുള്ള കോഴ്സിലേക്ക് ഉള്ള അഡ്മിഷൻ അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശ്രീകോട്ടം നിൽക്കുന്ന മെഡിക്കൽ കോളേജിൽ, അവൻ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്, രാജരാജശ്രീ മെഡിക്കൽ കോളേജിലാണ് ശ്രീകോട്ടം പഠിക്കുന്നത്. ആ കോളേജിൽ വേണ്ടവർക്ക് അവിടെ, പിന്നെ വേറെ കോളേജുകളുണ്ടല്ലോ ഇഷ്ടംപോലെ, ബാംഗ്ലൂർ ഇഷ്ടംപോലെ കോളേജുകളുണ്ടല്ലോ, IMC KMC ഒക്കെ ഉള്ള കോളേജിൽ പിന്നെ സീറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് ശ്രീകോട്ടൻ. ആർക്കെങ്കിലും സീറ്റ് വേണമെങ്കിൽ നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ ശ്രീകോട്ടനെ വിളിക്കുകയോ ചെയ്താൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞു തരുകയും ഫീസിൻ്റെ കാര്യങ്ങളും അവിടുത്തെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ള ആ കാര്യങ്ങളും ഒക്കെ അവൻ പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾ നിൽക്കുമ്പോൾ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേരുമുണ്ട്, പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേരുമുണ്ട്. അന്നേരം പുറത്തോട്ട് പോകാൻ താല്പര്യമുള്ള പിള്ളേർ അവരുടെ പേരൻസിനുമൊക്കെ ശ്രീകുട്ടനെ നമ്മളെയൊക്കെ വിളിച്ച് നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ +2 എല്ലാ പിള്ളേർക്കും നല്ല മാർക്കോടുകൂടി വിജയിക്കാനൊക്കെ നാം പ്രാർത്ഥിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം താമസിക്കാതെ റിസൾട്ടൊക്കെ വരുമല്ലോ. 10ാം ക്ലാസ് +2 ഇത് ഏറ്റവും വിലപ്പെട്ടതാണല്ലേ. എന്നാന്ന് ചോദിച്ചാൽ അവർ 10ാം ക്ലാസ്സിലെ പിള്ളേർ പറയും, ഇപ്പോൾ +2 എൻ്റെ മാളക്കുട്ടി പഠിച്ചുകൊണ്ട് പോകണല്ലോ, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ നല്ല മാർക്കോടെ എൻ്റെ കുഞ്ഞ് ജയിക്കണേന്ന്. അന്നേരം വലിയ കുഴപ്പമില്ലാതെ അവൾ ജയിച്ചു. മാളക്കുട്ടി തന്നെയല്ല കേട്ടോ, മോനും പൊന്നും ഒക്കെ ഏതൊരമ്മയും മക്കൾ പഠിക്കുമ്പം അവർ 1ാം ക്ലാസ് തൊട്ടേ അവർ പറയും അയ്യോ എൻ്റെ കുഞ്ഞ് ജയിക്കണേ അങ്ങനെയല്ലേ. പിന്നെ കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ അത്ര വലിയ വാല്യൂ ഒന്നും കൊടുക്കുകയില്ല. ഒരു 9 തൊട്ടല്ലേ നമ്മളെ എല്ലാ കുഞ്ഞുങ്ങളും പരീക്ഷ എഴുതുമ്പം, പണ്ടത്തെ ഉള്ളവർക്ക് അറിയായിരിക്കും, പണ്ടൊക്കെ 9ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലൊരു വേവലാതിയാണ്, അയ്യോ ജയിക്കുമോ, ഏതെങ്കിലും പേപ്പറിന് പൊട്ടുമോ, ഏതെങ്കിലും പേപ്പർ തോറ്റു പോവോ എന്നൊക്കെ ഉള്ളൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ലോ കാണിക്കുന്നു, ഇപ്പം തന്നെ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഒത്തിരി നീട്ടി പറയുന്നില്ല. അന്നേരം എല്ലാ പിള്ളേരും ജയിക്കട്ടെ അല്ലേ. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജയിച്ച് നല്ല വിജയത്തോടെ വരട്ടെ, എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് നോട്ടായിരുന്നു, ഞാനും ആൾക്കുട്ടിയും കുട്ടിയായിരുന്നു വോട്ട് ചെയ്യാൻ പോയി. പിന്നെ ശ്രീകുട്ടനും വോട്ടുണ്ടായിരുന്നു, അവന് ലീവില്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യാൻ വരാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും വോട്ട് ചെയ്യുന്നതൊക്കെ കരുതുന്നു. നമ്മുടെ പുതിയൊരു ഭരണം വരട്ടല്ലേ, നമ്മുടെ സമൂഹത്തിന് നല്ലതായിട്ടും ജനങ്ങൾക്ക് നല്ലതായിട്ടും, എന്താ പറയുക, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, ആരോഗ്യ മേഖല, ഗതാഗത മേഖല, അങ്ങനെയുള്ള എല്ലാ മേഖലകളും നല്ല ഇതാകാനായിട്ട് നല്ലൊരു ഭരണം വരട്ടെ അല്ലേ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്കണം. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം, മുളമേ അങ്ങനെയല്ലായിരുന്നു എന്ന് പറയണം. അതൊക്കെ ഞാൻ ഉൾക്കൊള്ളും. എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അറിയില്ലാത്ത എത്രയോ പേരുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പറയുള്ളൂ. അറിയില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞെങ്കിൽ തെറ്റായെങ്കിൽ ക്ഷമിക്കണം. അന്നേരം എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ടൊക്കെ കാണണം കേട്ടോ. നമ്മൾ ആദ്യം വീഡിയോ എടുക്കുമ്പോഴേ പറയും ലൈക്ക് അടിച്ചിട്ട് കാണണം. ഇത് ഞാൻ അവസാനമാണ് പറയുന്നത്. ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോ വരുമ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണണം കേട്ടോ.